സിദ്ധുവിൻ്റെ കരസ്പർശം അറിഞ്ഞതും പവി മുഖമുയർത്തി നോക്കി. കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണൊക്കെ ചുവന്നു വന്നിട്ടുണ്ട്. പവി, ഇങ്ങനെ കരയാതെ പെണ്ണെ, അവളുടെ കണ്ണുനീർ തൻ്റെ വിരലിനാൽ ഒപ്പിക്കൊണ്ടവൻ പറഞ്ഞു. സിദ്ധുവിനും എല്ലാം അറിയായിരുന്നുല്ലേ, എന്നാലും നിനക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു. പവി, ഞാൻ നമ്മുടെ വിവാഹം അടുത്തപ്പോൾ അറിഞ്ഞതാ. ഓം സാർ നിന്നോട് പറയേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. ആ പാവത്തിന് പേടിയാ, എല്ലാം അറിയുമ്പോൾ നീ അങ്ങേരെ വെറുക്കൂന്ന്. ഇപ്പോൾ ദൂരെ നിന്നെങ്കിലും നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി എന്നായിരുന്നു ഓം സാറിൻ്റെ ഒരു ആശ്വാസം. നിനക്ക് വേണ്ടിയാ അങ്ങേര് നന്ദുവിനെ വിവാഹം കഴിച്ചതുപോലും. നിന്നെ അത്രയ്ക്ക് ജീവനാടി. നീ വിഷമിക്കുന്നത് കാണാൻ വയ്യെന്ന്. നീ അങ്ങേരോട് ദേഷ്യമൊന്നും കാണിക്കരുത് പ്ലീസ്. എനിക്ക് വേണ്ടി നീ എല്ലാം ക്ഷമിക്കണം. സിദ്ധു അവളെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ടതും പവിക്ക് ഓമിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയും തോന്നിപ്പോയി. സിദ്ധു, എനിക്കെൻ്റെ ഏട്ടനെ കാണണം. നീ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുവിടുമോ? വിടാം. ആദ്യം നീ കുറച്ചു നേരം ഒന്ന് കിടക്ക്, ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അത് പറയുന്നതിനോടൊപ്പം സിദ്ധു അവളുമായി ബെഡിലേക്ക് ചാഞ്ഞു. പവി സിദ്ധുവിൻ്റെ നെഞ്ചോരം പതുങ്ങി. അവളുടെ ശ്വാസച്ചൂട് സിദ്ധുവിൻ്റെ നെഞ്ചിൽ പതിയുന്നുണ്ട്. സിദ്ധുവിൻ്റെ കരങ്ങൾ അവളിൽ തലോടലായി പതിഞ്ഞു. അവളുടെ മനസ്സ് നിറയെ നേരത്തെ കേട്ട കഥകൾ മാത്രമായിരുന്നു. ഓമും അവളുമായുള്ള നിമിഷങ്ങളൊക്കെയും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. നന്ദ മുറിയിലേക്ക് വരുമ്പോൾ ഓം തൻ്റെ കണ്ണിന് മീതെ കൈവച്ച് കിടന്നിട്ടുണ്ട്. അവൾ അവൻ്റെ അരികിൽ വന്ന് പതിയെ ഒന്ന് തൊട്ടു. അവൻ കണ്ണു തുറന്നതേയില്ല. അച്ചേട്ടാ സോറി, അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവനത് കേട്ട ഭാവം നടിച്ചില്ല. അവനവളുടെ കൈ ബലമായി എടുത്തു മാറ്റി. ശല്യപ്പെടുത്താതൊന്ന് പോകുന്നുണ്ടോ? അവൻ കടുപ്പിച്ച് പറഞ്ഞു. അവൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കാണവേ പിന്നെ അവളൊന്നും പറയാൻ നിന്നില്ല. അവൾ ബെഡിൻ്റെ മറ്റേ അറ്റത്ത് കിടന്നു. അറിയാതെ അവളും മയക്കത്തിലേക്ക് വഴുതി വീണു. ഡോറിൽ തട്ടുന്നത് കേട്ടിട്ടാണ് ഓം കണ്ണു തുറക്കുന്നത്. തൊട്ടരികിൽ നന്ദു ചുരുണ്ടുകൂടി കിടന്നിട്ടുണ്ട്. അവളുടെ ടോപ്പ് സ്ഥാനം മാറി കിടക്കുന്നത് കണ്ടതും അറിയാതെ അവൻ്റെ നോട്ട് അവളുടെ വയറിൽ ചെന്നു. അവൻ തല കുടഞ്ഞ് നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ ടോപ്പ് നേരെയിട്ട് ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്തു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ കവിളിലെത്തി. കവിളിൽ സിദ്ധുവിൻ്റെ വിരൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അതവനിൽ ചെറു നോവുണർത്തി. അവിടേക്ക് അവൻ്റെ കൈ നീങ്ങവേ പിന്നെയും കോളിംഗ് ബെൽ മുഴങ്ങി. ഓം ധൃതിയിൽ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നു സിദ്ധു. അവൻ്റെ കൂടെ പവിയും ഉണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. സിദ്ധുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പവി. ഓമിന് പവിയുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ലായിരുന്നു. അവൻ ഡോറും തുറന്ന് അകത്തേക്ക് നടന്നു. പിന്നാലെ സിദ്ധുവും പവിയും. സിദ്ധുവിൻ്റെ കണ്ണുകൾ മൂടി പുതച്ചുറങ്ങുന്ന നന്ദുവിലേക്ക് നീണ്ടു. അവൻ അവളുടെ അരികിൽ ചെന്നിരുന്നു. അവളുടെ കവിളുകൾ കാണവേ അവനെന്തോ വല്ലാത്ത വിഷമം തോന്നി. അവനവിടം പതിയെ തലോടിയതും നന്ദു നേരി വലിച്ചു. അവൾ ഉറക്കമുണർന്നു സിദ്ധുവിനെ നോക്കി. ഉറക്കച്ചടവോടെ അവൾ മുറി മുഴുവൻ കണ്ണോടിച്ചു. മുറിയിൽ പവിയെ കൂടി കണ്ടതും അവളുടെ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞു. നന്ദൂസ്, എഴുന്നേറ്റേ, നമുക്കേ ഒരു ചായ കുടിച്ചിട്ട് വരാം. സിദ്ധു അവളുടെ ഇരു കവളും പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തല്ലിയ കവൾ അവൾക്ക് വേദനിച്ചു. അവൾ എരിവലിച്ചു. ഓ സോറി. സിദ്ധു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് പോയാലോ? സിദ്ധു വീണ്ടും ചോദിച്ചു. എനിക്ക് ചായ വേണ്ട, അവൾ പറഞ്ഞു. എന്നാ പിന്നെ നിന്റെ ഫേവറേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, വാ എഴുന്നേക്ക്. അവനവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. നന്ദു മുഖം കഴുകി വന്നു. സിദ്ധുവിൻ്റെ കൂടെ പോവാൻ റെഡിയായി ഇറങ്ങി. അതിനിടയിൽ അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ പവിയിലേക്ക് നീണ്ടു. അപ്പോൾ പവി വരുന്നില്ലേ? അവൾ ചോദിച്ചു. അവൾക്ക് ഐസ്ക്രീം വേണമെങ്കിലേ അവളുടെ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കും, നീ വാ, സിദ്ധു പറഞ്ഞു. അതല്ല, ഞാനേ പവിയോടൊരു സോറി പറഞ്ഞിട്ട്. നന്ദു എന്തോ പറയാൻ ശ്രമിച്ചു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം നന്ദു, നീ വാ. അന്നേരം നന്ദുവിൻ്റെ കണ്ണുകൾ ഓമിലേക്ക് നീണ്ടു. അവൻ അവളെ ശ്രദ്ധിക്കുന്നേയില്ല. നന്ദു അവനരികിൽ ചെന്നു. എന്നിട്ടും അവൻ അവളുടെ മുഖത്ത് നോക്കുന്നേയില്ല. അതെ, അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. എന്താ? ഓം ഗൗരവത്തിൽ തന്നെയാണ്. അത് പിന്നെ നിങ്ങളിട്ടിരിക്കുന്ന ചെരുപ്പ് എൻ്റെയാ. നന്ദു പറഞ്ഞപ്പോഴാണ് ഓം തൻ്റെ കാലിലേക്ക് നോക്കുന്നത്. ശരിയാണ്, അവൻ ഇട്ടിരിക്കുന്നതേ 2 തരം ബെഡ്റൂം സ്ലിപ്പറാണ്. അതിലൊരെണ്ണം നന്ദുവിൻ്റെയും. ടെൻഷൻ്റെ പുറത്ത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അവൻ ചമ്മൽ മറച്ചു ഗൗരവത്തിൻ്റെ മുഖമൂടി അണിഞ്ഞു. നന്ദുവിന് ചെരുപ്പ് തിരികെ നൽകി.
സിദ്ധു നന്ദുവിൻ്റെ തോളിൽ കൈയിട്ട് മുറിവിട്ടിറങ്ങുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. നന്ദുവിനെ ചേർത്ത് പിടിച്ചു പോകുന്ന സിദ്ധു. ആ കാഴ്ച പവി ഇമച്ചിമ്മാതെ നോക്കിയിരിക്കുകയായിരുന്നു. സിദ്ധു അവളെ നോക്കി കണ്ണു ചിമ്മി പുറത്തേക്ക് നടന്നു. അവർ പോയതും പവി ഓമിനെ നോക്കി. അവനാണെങ്കിൽ മറ്റേതോ ലോകത്താണ്. ഹലോ, അവർ പോയി, പവി ഓമിനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓം ഒന്ന് അമർത്തി മൂളി. ഇപ്പോഴും അവന് പവിയുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യം ഇല്ലാത്തതുപോലെ. എനിക്ക് വാങ്ങിച്ചു തരുമോ ഐസ്ക്രീം? പവിയുടെ ചോദ്യം കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ ഓം അവനെ നോക്കി. എന്നോട് പറഞ്ഞില്ലേ അനിയത്തി തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്? ഞാനേ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ടല്ല അനിയത്തി ഇപ്പോൾ തൊട്ടരികെ വന്ന് നിൽക്കുന്നത്. പവി കണ്ണ് നിറച്ച് പറഞ്ഞതും ആ നനവ് അവൻ്റെ കണ്ണിലേക്കും പടർന്നു. മോളെ പവി, എനിക്ക് ഓം വാക്കുകൾക്ക് വേണ്ടി പരതി. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം ഏട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ എൻ്റെ പിന്നാലെ നിഴൽ പോലെ കൂടെ ഉണ്ടായത്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ സ്വന്തം ഏട്ടനാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി ഒളിക്കില്ലായിരുന്നു. പവി അത് പറയവേ അവളുടെ കണ്ണ് നിറഞ്ഞു തോന്നി. അന്നേരം ഓം അവളെ വാത്സല്യത്തോടെ നെഞ്ചോട് ചേർത്തു. തിരികെ അവളും. കുറച്ചുനേരം പരിഭവങ്ങളും പരാതിയും സങ്കടം പറച്ചിലും ഒക്കെയായി ഇരുവരും അവരുടേതായ ലോകത്തായിരുന്നു. ഓം അവൾക്ക് കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എത്രയും പെട്ടെന്ന് അച്ഛനെ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ സന്തോഷം ഇരട്ടിച്ചു. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നോർത്ത് അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ഏട്ടാ, എനിക്ക് പേടിയാവുക. സിദ്ധുവിൻ്റെ വീട്ടുകാരിതൊക്കെ അറിഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? അവർ സിദ്ധുവിനോട് എന്നെ ഉപേക്ഷിക്കാൻ പറയില്ലേ? എനിക്ക് സിദ്ധു ഇല്ലാതെ പറ്റില്ല. അവനെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഒന്നും ഉണ്ടാവില്ല. സിദ്ധു നിന്നെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും വേണ്ടെന്ന് വെക്കില്ല. പിന്നെ അവരെങ്ങാനും നിനക്ക് നേരെ തിരിഞ്ഞാൽ അതിനെതിരെ പ്രയോഗിക്കാൻ എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരായുധം, നന്ദു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഒന്നിൻ്റെ പേരിലും നന്ദുവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൾക്ക് ഏട്ടനെ ശരിക്കും ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ എൻ്റെ കാര്യം വന്നപ്പോൾ അവൾ പോസസീവായത്. പവി പറഞ്ഞത് കേട്ടതും ഓം ഒന്ന് അമർത്തി മൂളി. ആ തല്ലുകൊള്ളിയെ നന്നാക്കാൻ എനിക്കറിയാം. ഓം മനസ്സിൽ പറഞ്ഞതാണ്. നിനക്ക് ഐസ്ക്രീം വേണമെന്നല്ലേ പറഞ്ഞേ? ഇനിയിപ്പോൾ ധൈര്യത്തിൽ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാമല്ലോ. ഇനി എല്ലാവരും അറിഞ്ഞോട്ടെ നീ എൻ്റെ അനിയത്തിയാണെന്ന്. 2 വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതൊക്കെ വീട്ടിലുണ്ട്. നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? ഓം അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. വരാട്ടാ, ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. എല്ലാം നേരെയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാനേ ഈ ഏട്ടൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞോട്ടെ എന്നുള്ള അവളുടെ ചോദ്യത്തിന് സമ്മതമെന്നോണം അവൻ തലയനക്കി. ഇതേ സമയം സിദ്ധുവും നന്ദുവും റിസോർട്ടിലെ കൂൾ ബാറിനരികിൽ ചെന്ന് ഓരോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പവിയുടെ തോളിൽ കൈയിട്ട് ഓമും അങ്ങോട്ട് വന്നു. രണ്ടുപേരുടെയും ആ വരവ് കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സ് നിറഞ്ഞു. രണ്ടും സിദ്ധുവിനെയും നന്ദുവിനെയും നോക്കുന്നു പോലുമില്ല. ഓം പവിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമൊക്കെയും വാങ്ങിച്ചു കൊടുത്ത് അവളെയും കൂട്ടി ഗാർഡൻ ബെഞ്ചിലിരുന്ന് ഐസ്ക്രീം നുണയാൻ തുടങ്ങി. ഏട്ടനെ കിട്ടിയപ്പോൾ തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്നും മനസ്സിൽ പറഞ്ഞു സിദ്ധു അവരുടെ അരികിലേക്ക് നടന്നു. സിദ്ധു പവിയുടെ അരികിൽ വന്നിരുന്നു. അവളുടെ കയ്യിൽ ഐസ്ക്രീം വാങ്ങിച്ചു താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം അവൻ അവൾക്ക് നൽകി. അവൾ മിഴിഞ്ഞ കണ്ണാലെ അവനെ നോക്കി. അതെ അളിയ, ഇനി ഞാൻ എൻ്റെ ഭാര്യ എടുക്കുവാണ് എന്നും പറഞ്ഞു പവിയെയും കൂട്ടി അല്പം മാറിയിരുന്നപ്പോൾ നന്ദു ഓമിൻ്റെ അരികിൽ വന്നിരുന്നു. അവളെ കണ്ടിട്ട് ഓം കണ്ടതായി ഭാവിച്ചില്ല. എനിക്കും തരുമോ ഐസ്ക്രീം? ഒടുവിൽ നാണം കെട്ടുകൊണ്ട് നന്ദു ചോദിച്ചു. നിന്റെ കയ്യിലുണ്ടല്ലോ. ഓം അവളുടെ മുഖത്ത് നോക്കാതെയാണ് പറയുന്നത്. എനിക്ക് നിങ്ങൾ കഴിച്ചതിൻ്റെ പകുതി വേണം. അവരെ കണ്ടില്ലേ എക്സ്ചേഞ്ച് ചെയ്യുന്ന, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ? നന്ദുവിൻ്റെ ആ ചോദ്യം കേട്ട് ഓം അവളെ പുച്ഛിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. നന്ദുവിനെന്തോ അത് ഭയങ്കര വിഷമമായി. അത് ശ്രദ്ധിച്ച സിദ്ധു ഓമിനരികിലേക്ക് നടന്നു. അളിയൻ എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യുന്നത്? ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആയില്ലേ? അതുമല്ല പവിയെല്ലാം തിരിച്ചറിയുകയും ചെയ്തു, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താ ഇപ്പോൾ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിന്റെ പെങ്ങൾക്ക് പോസസീവ്നെസ് ഇത്തിരി കൂടുതലാണ്, കുറച്ച് അഹങ്കാരവും. അതൊന്ന് കുറയ്ക്കണ്ടേ? കുറച്ച് നാളെ ഞാൻ ഇത്തിരി ജാട കാണിച്ചു നടന്നോട്ടെ. അതിനിടയിലെ പെങ്ങൾ പാസം പറഞ്ഞ് വരല്ലേ പ്ലീസ്. അല്ല, ഇതെൻ്റെ ഡയലോഗല്ലേ? സിദ്ധു അറിയാതെ പറഞ്ഞുപോയി. നിനക്ക് മാത്രം ഡയലോഗ് അടിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ?
ഇനി മുതൽ ഇതെൻ്റെ ഡയലോഗാണ് എന്ന് പറഞ്ഞു ഓം അവിടെ നിന്ന് നടന്നു നീങ്ങി. ഒറ്റയ്ക്കിരിക്കുന്ന നന്ദുവിനരികിലേക്ക് പവി വന്നിരുന്നു. പവിയുടെ മുഖത്ത് നോക്കാൻ നന്ദുവിനെന്തോ ചമ്മൽ തോന്നി. പവി അവളുടെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം വാങ്ങിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടിയതും നന്ദു പവി ഒന്ന് നോക്കി. ഞാനേ ചില്ലു കഴിച്ചതല്ലാതെ വേറെ ആരുടെയും ബാക്കി കഴിക്കാറില്ല. ഇപ്പോൾ സിദ്ധുവിൻ്റെ കഴിക്കും, അത് വേറെ കാര്യം. പിന്നെന്തിനാ ഇപ്പോൾ ഞാൻ കഴിച്ചത് കഴിക്കുന്നേ? നന്ദു ചോദിച്ചു. നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട്. എൻ്റെ സിദ്ധുവിൻ്റെ അനിയത്തിയല്ലേ, പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും. അപ്പോൾ പിന്നെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. അത് കേട്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ പവിക്ക് കൈ മുട്ടിച്ചു. ആൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? പവി ചെറുചിരിയാലെ ചോദിച്ചു. എന്നിട്ടാണോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ ജാടയിറക്കിയ? നന്ദു പരിഭവിച്ചു. ആഹാ, ജാടയിറക്കിയോ? എന്നാൽ പിന്നെ നീ ഒന്നും നോക്കണ്ട, അങ്ങ് സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്ക്. കൂടെ ഒരു ഫ്രഞ്ച് അങ്ങോട്ട് വെച്ച് കാശിക്കോ. അപ്പോൾ ഈ ജാടയ്ക്ക് അങ്ങ് പമ്പ കടന്നോളും. ഇത് പരീക്ഷിച്ച് വിജയിച്ച ഐറ്റാണ്. പവിയുടെ പറച്ചിൽ കേട്ടു നന്ദു അവളെ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കി. പിറ്റേന്ന് വൈകുന്നേരം ട്രിപ്പ് കഴിഞ്ഞ് അവർ മടങ്ങി. അപ്പോൾ ഓമിന് നന്ദുവിനോടുള്ള പിണക്കത്തിന് ഒരു കുറവില്ലായിരുന്നു. വീട്ടിലെത്തിയതും അവൾ ആവും വിധം അവനോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും അവൻ ഒരു വിധത്തിലും അടുക്കുന്നില്ല. പിറ്റേ ദിവസം കോളേജിൽ ഫസ്റ്റ് ഇയർ CSCക്ക് ക്ലാസ് എടുക്കുകയാണോ. നന്ദു ആണെങ്കിൽ ഓമിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോന്നും കാട്ടിക്കൂട്ടുന്നുണ്ട്. അവനാണെങ്കിൽ അബദ്ധവശാൽ പോലും അങ്ങോട്ട് നോക്കുന്നേയില്ല. നന്ദു ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചു ഡീസൻ്റ് ആയിരുന്നു. പിന്നീട് നോട്ട്സ് പറഞ്ഞു കൊടുക്കുകയാണോ. ക്ലാസിൻ്റെ മധ്യഭാഗത്തെ ഗ്യാപ്പിലൂടെ നടന്നുകൊണ്ട് ഓം നോട്ട്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ സൈഡിൽ അവസാനത്തെ ബെഞ്ചിലാണ് നന്ദു ഇരിക്കുന്നത്. എല്ലാവരും എഴുത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവൻ നന്ദു ഇരിക്കുന്ന ബെഞ്ചിനരികിലെത്തി. അവൻ്റെ വരവ് അവൾ കണ്ടെങ്കിലും അവൾ തല ഉയർത്തി നോക്കിയതേയില്ല. പെട്ടെന്നാണ് ഓം അത് ശ്രദ്ധിക്കുന്നത്. നന്ദു ധരിച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ സിബ് ചെറുതായി ഇളകിയിട്ടുണ്ട്. പുറം ഭാഗം ചെറുതായി കാണാം. അവളത് അറിഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഈ ഹവർ കഴിഞ്ഞ ആൺകുട്ടികളൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവരിതെങ്ങാനും കണ്ട. ഷോ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഓമിന് ആകെ ടെൻഷനായി. ഇനി എന്ത് ചെയ്യും അവൻ ചിന്തിച്ചു. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ അവൻ അവളുടെ മുടിയിലെ ക്രാബ് ഊരിയെടുത്തു. ഒരൊറ്റ നടത്തായിരുന്നു. ഓം തൻ്റെ കയ്യിലിരിക്കുന്ന ക്രാബ് പോക്കറ്റിലിട്ട് ഒന്നും അറിയാത്ത പോലെ മുന്നോട്ട് നടന്നു. തുറന്നു കിടക്കുന്ന പിൻകഴുത്തിപ്പോൾ മുടി കൊണ്ട് കവറായിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നറിയാതെ അവൾ അവൻ്റെ പോക്ക് നോക്കി നിന്നു. പുറം ഭാഗം തൊട്ട് നോക്കിയപ്പോഴാണ് നന്ദുവിന് തൻ്റെ സിബ് അഴിഞ്ഞു കിടക്കുന്നത് അറിയുന്നത്. അവൾ ഒരുവിധം സിബ് വലിച്ചു പൊക്കി. ഓമിനെ നോക്കിയതും ഓം ഇടം കണ്ണിട്ട് അവളെ നോക്കുന്നുണ്ട്. അത് കാണാൻ അവളുടെ ചൊടിയിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അന്നുച്ചയ്ക്ക് നന്ദുവും പവിയും ചില്ലുവും ഒരുമിച്ചാണ് ലഞ്ച് കഴിച്ചത്. പവിയുടെ നിർദ്ദേശപ്രകാരം ചില്ലു തന്നെയാണ് നന്ദുവിനെ ക്ലാസ്സിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു മൂവരും കോളേജ് മുറ്റത്തുകൂടെ നടക്കുന്നുണ്ട്. പവി മുന്നിൽ കാണുന്ന ഇലന്ത മരത്തിനടിയിലേക്ക് നടന്നു. ഇലന്തപ്പഴം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പവി പോയതും നന്ദു ആ ലെറ്ററിൻ്റെ കാര്യം ചില്ലുവിനോട് പറഞ്ഞു. അവളാണ് അത് എഴുതിയതെന്ന് കേട്ടപ്പോൾ ചില്ലുവിന് ഒരുപാട് വിഷമമായി. നന്ദു ചില്ലുവിനോട് സോറി പറഞ്ഞപ്പോൾ താനത് കാര്യമാക്കിയിട്ടില്ലെന്നും പറഞ്ഞു ചില്ലു പുറമെ ചിരി വരുത്തി. തേജയാണ് ലെറ്റർ എഴുതിയെന്ന് കരുതി ചില്ലു തേജയോട് ഇഷ്ടം പറഞ്ഞ കാര്യമൊന്നും പവിക്കും അറിയില്ലായിരുന്നു. ഇനി തേജയുടെ മുന്നിൽ എങ്ങനെ ചെല്ലും എന്നോർത്ത് ചില്ലുവിൽ പരിഭ്രാന്തി നിറഞ്ഞു. പവിക്ക് പിന്നാലെ ഇലന്തപ്പഴം പറിക്കാൻ നന്ദുവും ചെന്നു. ഇല കാണാതെ കായ്ച്ചു നിൽക്കുന്ന ഇലന്തപ്പഴം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വടിയെടുത്ത് പവി ഏന്തി വലിഞ്ഞ പഴം പറിക്കാനൊരുങ്ങി. നന്ദു മരം കുലുക്കി നോക്കി. പഴുത്തു തുടങ്ങിയതേ ഉള്ളൂ, അതിനാൽ ഒന്നും വീണില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സിദ്ധുവും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത്. മരം കുലുക്കാനേ ഓം സാറിനെ കൂടി വിളിക്കായിരുന്നില്ല നന്ദു. ജീവ അവളെ കളിയാക്കി. നന്ദു അവനെ നോക്കി ചിരിച്ചു. അവൾ തേജയെ കണ്ടിട്ടും കാണാത്ത പോലെ ഭാവിച്ചു. ഏന്തി വലിഞ്ഞു ഇലന്തപ്പഴം പറിക്കുന്ന പവയെ കണ്ടതും സിദ്ധു ഷർട്ടിൻ്റെ കയ്യും മടക്കി അവളുടെ അരികിൽ ചെന്നു അവളെ എടുത്ത് ഉയർത്തി. അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ പവി ഒന്ന് ഞെട്ടിയിരുന്നു. സിദ്ധുവാണെന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. സിദ്ധു താഴെ ഇറക്കിയതേ എല്ലാവരും ശ്രദ്ധിക്കുന്നു. പവി അവനിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, ശ്രദ്ധിച്ചോട്ടെ. ഞാൻ വല്ലവരുടെയും ഭാര്യയൊന്നുമല്ലല്ലോ എടുത്തത്, എൻ്റെ സ്വന്തം ഭാര്യയല്ലേ. നീ പെട്ടെന്ന് പറിക്ക് പെണ്ണേ. ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചപ്പോൾ അവളുടെ ഒരു ജാട. സിദ്ധു പറയുന്നത് കേട്ടതും പവി വടിയെടുത്ത് മരത്തിൻ്റെ ചില്ലക്കിട്ട് അടിച്ചു. അതിനിടയിൽ സിദ്ധു അവളുടെ വയറിൽ ഒരു ഉമ്മയും കൊടുത്തു. ആ നിമിഷം അവളുടെ കയ്യിലിരിക്കുന്ന വടിയിൽ നിന്നുള്ള പിടി അയഞ്ഞു.
വടി തലയ്ക്ക് വീഴാതിരിക്കാൻ സിദ്ധു അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ ബാലൻസ് കിട്ടിയില്ല. രണ്ടും ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അപ്പോഴും അവൻ പവിയെ വീഴാതെ മുറുകെ പിടിച്ചിരുന്നു. പവി സിദ്ധുവിൻ്റെ മേലെയാണുള്ളത്. എന്താ സംഭവിച്ചത് എന്നറിയാതെ അവൾ കണ്ണടച്ച് കിടന്നിട്ടുണ്ട്. അതിനിടയിൽ ഇരുവരുടെയും വീഴ്ച കണ്ട് തേജയും അഭിയും ജീവയും മൂന്നും കൂടി ചിരിക്കുന്നുണ്ട്. എന്തായാലും വീഴാൻ വീണു, ഇനി ഒരൽപ്പം റൊമാൻസ് ആവാം എന്നും മനസ്സിൽ പറഞ്ഞു സിദ്ധു. പവിയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ചെവിക്കിടയിൽ ഒതുക്കി വെച്ചു. അവളുടെ മുഖത്തുകൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. അവളുടെ കണ്ണിലേക്ക് പതിയെ ഊതി. പവി കണ്ണു തുറന്നു. എഴുന്നേറ്റ് വാടാ, റൊമാൻസൊക്കെ വീട്ടിൽ നിന്ന് പോരെ, ഞങ്ങളിവിടെ സിംഗിൾസ് ഉണ്ടെന്ന് ബോധം വേണം, അഭി വിളിച്ചു പറഞ്ഞു. പവി ചമ്മലോടെ സിദ്ധുവിൻ്റെ മേലെ നിന്നും എഴുന്നേറ്റു. സിദ്ധു അവൾക്ക് നേരെ കൈ നീട്ടിയെങ്കിലും അവൾ കൈ കൊടുത്തില്ല. എന്ന് മാത്രമല്ല, അവനെ ദഹിപ്പിച്ചു നോക്കി. കുറച്ച് മാറിയിരുന്നു. വല്ലതും പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് നന്ദുവും ചില്ലുവും പവിയുടെ അരികിൽ വന്നു. പവി പോയതും ജീവ സിദ്ധുവിനെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതിനിടയിൽ എപ്പോഴോ സിദ്ധുവിൻ്റെ കണ്ണിൽ കരടും പോയിരുന്നു. അവൻ കണ്ണ് തിരുമുന്നത് കണ്ട് അഭി കാര്യം തിരക്കി. കരട് പോയെന്ന് പറഞ്ഞതും അഭി അവൻ്റെ കണ്ണിലേക്ക് ഊതിക്കൊടുക്കാം എന്ന പോലെ അവൻ അരികിൽ ചെന്നു. ദയവായിട്ട് എൻ്റെ കണ്ണിലൊരു കരടിട്ടപ്പോൾ അതിനിടയിൽ മറ്റൊരു കരടായി വന്നിരിക്കുന്നു. പൊയ്ക്കോണം അവിടെ നിന്ന്. ഈ കരട് വെച്ച് ഞാനൊരു ഉമ്മ ഒപ്പിച്ചേച്ച് വരാം എന്നും പറഞ്ഞ് നടക്കുന്ന സിദ്ധുവിനെ ജീവ ഒന്ന് നോക്കി. എടാ, വീട്ടിലും ഇത് തന്നെയല്ല നിനക്ക് പണി, പിന്നെ എന്തിനാണ് ഇത്രയും ആക്രാന്തം? എടാ, ഈ ഒരു ഫീലേ വീട്ടിൽ നിന്ന് കിട്ടില്ലടാ. അതുമല്ല, വീട്ടിലെത്തിയാൽ ഞാൻ വേറെ മൂഡിലേക്ക് പോകും. എന്ത് മൂഡ്? അവിയും ജീവയും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ചിന്ന പയ്യൻസ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കളുടെ കല്യാണം കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞ് സിദ്ധു കണ്ണും തിരുമ്മി പവയുടെ അരികിലേക്ക് നടന്നു. സിദ്ധുവിൻ്റെ വരവ് കണ്ടതും ചില്ലു പവയുടെ അരികിൽ നിന്നും അല്പം നീങ്ങിയിരുന്നു. ചിലങ്ക, നിന്നെ തേജ് വിളിക്കുന്നുണ്ട്, ചെല്ല് എന്നും പറഞ്ഞ് സിദ്ധു ചില്ലുവിനെ ഒഴിവാക്കി വിട്ടു. എന്താ ഏട്ടാ കണ്ണിന് പറ്റിയത്? നന്ദു ചോദിച്ചു. എന്താ ഏട്ടാ കണ്ണിന് പറ്റിയേ? നന്ദു ചോദിച്ചു. ഇനി ഇവളെ എങ്ങനെ ഒഴിവാക്കും? സിദ്ധു ചിന്തിച്ചു. ഏട്ടാ എന്താ പറ്റിയെന്ന്? അതൊരു കരട് പോയതാ. നോക്കട്ടെ. നന്ദുവിൻ്റെ ചോദ്യം കേട്ട് സിദ്ധു പല്ല് ഞെരിച്ചു. നീ പോയി നിന്റെ കെട്ടിയോൻ്റെ കണ്ണിലെ കരട് എടുത്ത് കൊടുക്കട്ടാ. ഈ കരട് ഇവളെടുത്തോളും. ഒരു കരട് പോലും വീഴാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാലേ എന്താ ചെയ്യുക? സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോഴും നന്ദുവിന് കാര്യം പിടികിട്ടി. അവളും എഴുന്നേറ്റ് നടന്നു. നന്ദു പോയതും സിദ്ധു പവിയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. പവി, ദേ നോക്കിക്കേ, എൻ്റെ കണ്ണിലെ ഒരു കരട് പോയി. അതിന് ഞാനെന്ത് വേണം? പവി എടുത്തടിച്ച പോലെ പറഞ്ഞു. കണ്ണിൽ കരട് പോയ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ഞാനെന്ത് വേണമെന്ന്? ഈശ്വര, ലോകത്ത് ഒരു ഭർത്താവിനും എൻ്റെ ഗതി വരരുത്. കരടെടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എൻ്റെ കരൾ അലിയിപ്പിക്കണോ പവി? നീ എടുക്കണ്ടട്ടാ, ഞാൻ പോയി ആതിരയെ കൊണ്ട് എടുപ്പിച്ചോളാം. പക്ഷേ ഇടയിൽ കയറി വരാൻ പാടില്ല. സിദ്ധു തന്നെ കണ്ണ് പൊത്തിയിട്ടാണ് ഇത് പറയുന്നത്. ആതിരയുടെ പേര് കേട്ടതും പവിയുടെ മുഖഭാവം മാറി. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി അവളോട് അടുപ്പിച്ചു. അവനെ ദഹിപ്പിച്ചു നോക്കി. പൊടി വീണ് അവൻ്റെ കണ്ണ് തുറന്നു പിടിച്ചു. ഒരൊറ്റ ഊതലായിരുന്നു. എന്തോന്നാ പവി, ഇത് കൊടുങ്കാറ്റോ? ഷോ, എൻ്റെ കൃഷ്ണമണി വരെ പറന്നു പോയേനല്ലോ. അത് കേട്ടതും പവി അവനെ പുച്ഛിച്ചു. കണ്ണിൽ ഊതൽ തുടർന്നു. എടി, ഇതിൽ റൊമാൻറ്റിക്കായിട്ട് എടുക്കുന്നു. സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. റൊമാൻറ്റിക്കായി കണ്ണിൽ നിന്നും പൊടിയെടുക്കുന്ന വിദ്യ എനിക്കറിയില്ല, എനിക്കിതുപോലെ അറിയുള്ളൂ എന്നും പറഞ്ഞവൾ പിന്നെയും അതുപോലെ ഊതി. പോയെന്ന് നോക്കിക്കേ എന്നുള്ള പവിയുടെ ചോദ്യം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. പൊടി പോയതറിഞ്ഞിട്ടും അവൻ ഇല്ലെന്ന് പറഞ്ഞു. നീ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി ഊത്. നീ കള്ളം പറയുന്നതാ, പോയി കാണും. ഇല്ലെന്ന് നീ ഒന്നുകൂടെ ഊതിക്കേ. സിദ്ധു അവളോട് ഒട്ടിച്ചേർന്നിരുന്നു. എന്താ സിദ്ധു, ഇത് അല്പം മാറിയിരിക്ക്. ആൾക്കാർ കരുതും നമ്മൾ ഉമ്മ വെക്കാന്ന്. എന്നാ ഒരു ഉമ്മ കൂടി തന്നേക്ക്. ചെയ്യാത്ത കുറ്റം എന്തിനാ നമ്മൾ ഏൽക്കുന്നത്? സിദ്ധുവിൻ്റെ നിഷ്കുവായുള്ള പറച്ചിൽ കേട്ട് പവിക്ക് ചിരിയും വരുന്നുണ്ട്. ഒന്ന് പോകുന്നുണ്ട് സിദ്ധു, അവൾ ചിരി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. പോവാം, പക്ഷേ ഒരു ഉമ്മ തരണം. അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അവൻ്റെ ആ വശ്യതയാർന്ന നോട്ട് അവളെ മറ്റേതോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി. സിദ്ധു, ഇങ്ങനെ കണ്ണിലേക്ക് നോക്കല്ലേ, എനിക്ക് പറ്റുന്നില്ല. പിന്നെ എവിടെയാ നോക്കണ്ടേ? സിദ്ധു അവളെ മൊത്തത്തിൽ നുഴഞ്ഞു. അടുത്ത നിമിഷം അവൻ അവളുടെ അതരങ്ങൾ തൻ്റെ അതരങ്ങളുമായി ചേർത്തി വെച്ചിരുന്നു. ആ നിമിഷം അവയുടെ കണ്ണുകൾ വീഞ്ഞു വന്നു. ഇതേ സമയം തേജയുടെ അരികിലെത്തിയ ചില്ലു അവന് മുന്നിൽ നിന്ന് പരിങ്ങി. അവന് മുന്നിൽ നിൽക്കാൻ അവൾക്കെന്തോ വല്ലായ്മ തോന്നി. അവൻ ചോദ്യഭാവത്തിൽ മൂളി. അത് പിന്നെ സിദ്ധുവേട്ടൻ പറഞ്ഞല്ലോ വിളിച്ചൂന്ന്. ആര്? ഞാനോ? ഹേയ്, ഞാനൊന്നും വിളിച്ചിട്ടില്ല. അവൻ നിന്നെ ഒഴിവാക്കിയതാവും. തേജയത് പറഞ്ഞപ്പോഴാണ് ആ കാര്യം അവൾ ചിന്തിക്കുന്നത്.
അവനോട് പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവൾ മുന്നോട്ട് നടക്കാനൊരുങ്ങവേ ഒരു പിൻവിളി വന്നു. അവൾ തിരിഞ്ഞു നോക്കി. വന്ന സ്ഥിതിക്ക് നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? അവൻ്റെ ചോദ്യം കേട്ട് എന്തായെന്ന പോലെ അവൾ നെറ്റി ചുളിച്ചു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും 4 മടക്കിയ ഒരു പേപ്പർ എടുത്തു. കന്നഡ ഗൊത്തുമോ? അവൻ ചോദിച്ചു. ഗൊത്തില്ല, അവൾ മറുപടി പറഞ്ഞു. ഗൊത്തരുത്, ഒരിക്കലും ഗൊത്തരുത്, ഇതാ പിടി. അവൻ അവൾക്ക് നേരെ ആ പേപ്പർ നീട്ടി. ചില്ലു അത് വാങ്ങിച്ച് തുറന്നു നോക്കി. മലയാളത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് മലയാള ഭാഷ അല്ലായിരുന്നു. 2 വരി വായിച്ചപ്പോൾ കന്നഡയാണെന്ന് മനസ്സിലായി. ഞാനൊരു നമ്പർ തരാം, നീ നിൻ്റെ ഫോണിൽ നിന്നും ഈ നമ്പറിൽ വിളിച്ചു ഈ എഴുതിയത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. വെരി സിമ്പിൾ എന്നുള്ള തേജയുടെ പറച്ചിൽ കേട്ട് ചില്ലുവിന് ചെറിയൊരു സംശയം തോന്നി. മേം പൂജാനോ ദോ സലാം ദോ പ്യാർ കർത്താ ഹെ, അതുപോലെ ഒന്നും അല്ലല്ലോ അല്ലേ? എനിക്ക് ചെറിയ പേടിയുണ്ടേ. ഇതൊന്നുമല്ല. ഇതേ എൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ച് തിരികെ തരാതെ നടക്കുന്ന ഒരു തെണ്ടിക്കുള്ള ഭീഷണി കത്താ. ഞാൻ വിളിച്ച അവൻ പെങ്ങൾക്ക് ഫോൺ കൊടുക്കും. പെണ്ണുങ്ങളെ ഡീൽ ചെയ്യാൻ പെണ്ണുങ്ങൾ വേണ്ടേ? തേജ ഉള്ളിലെ ചിരി അതിവിദഗ്ധമായി മറച്ചുകൊണ്ട് പറഞ്ഞു. ചില്ലു അത് വിശ്വസിച്ചു തൻ്റെ ഫോണിൽ നിന്നും അവൻ നൽകിയ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ കാതോടടുപ്പിച്ചു. മറു സൈഡിൽ നിന്നും ഒരു പെൺസ്വരം കേട്ടു. ഹലോ, നീനു ഈ സ്പീക്കിംഗ്. യാരിതു? ഏതോ നീനു ആണെന്ന് തോന്നുന്നു. ചില്ലു പതിഞ്ഞ സ്വരത്തിൽ തേജയോട് പറഞ്ഞു. എനിക്ക് പണം തരാനുള്ള അവൻ്റെ പെങ്ങളായിരിക്കും, ആരാലും കുഴപ്പമില്ല, നീ ഇത് വായിക്കുക എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് ചില്ലു ഗൗരവത്തിൽ ആ പേപ്പറിലുള്ളത് വായിച്ചു തുടങ്ങി. ഇതേ സമയം നന്ദു സിദ്ധു പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങയുടെ കണ്ണിൽ പൊടി പോയി കാണും. എന്തായാലും എന്നോടുള്ള പിണക്കൊക്കെയും ചെറുതായി കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നും ചിന്തിച്ച നന്ദു സ്റ്റാഫ് റൂം ലക്ഷ്യം വെച്ച് നടന്നു. ഇതേ സമയം സ്റ്റാഫ് റൂമിൽ ഓമും ഷീന മിസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചു വരുന്നതേ ഉള്ളൂ. ഓം അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ നിന്നും ഒരു ഫയൽ എടുക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണിൽ പൊടി വീണു. കണ്ണ് കൂട്ടി തിരമ്പുന്ന ഓമിനരികിൽ ഷീൻ എത്തി. ഷീൻ അവൻ്റെ കണ്ണിൽ ഊതുന്നുണ്ട്. അന്നേരം അവനത് നിഷേധിക്കാനും തോന്നിയില്ല. പുറമേ നിന്ന് കാണുന്നവർ കരുതും 2 ഉമ്മയ്ക്കാണെന്ന്. ഈ നേരത്താണ് കൃത്യമായിട്ട് നന്ദു അങ്ങോട്ട് വരുന്നത്. ആ കാഴ്ച കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ നിറകണ്ണാലെ തിരിഞ്ഞു നടന്നു.